നിതിൻ കണിച്ചേരി, നിങ്ങൾ CPM ആണോ ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത്? ഇത് MV ഗോവിന്ദനാണോ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്? ഇന്ന് കുമ്മനം ചോദിച്ചൊരു ചോദ്യമാണ്. ആരൊക്കെയാണ് ഇതിലെ 3000 പ്രതിനിധികൾ? ആ പ്രതിനിധികൾ രാഷ്ട്രീയക്കാരെ കുത്തി നിറച്ചിട്ടുള്ള പരിപാടിയാണോ എന്ന് നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച NSS ഇപ്പോൾ സംശയിക്കുന്നുണ്ട്. NSSന്റെ ഇന്നത്തെ പുതിയ പ്രസ്താവന കണ്ടല്ലോ. അപ്പോൾ അതിൽ വിശ്വാസമുള്ളവരായിരിക്കണം, ആചാരാനുഷ്ഠാനങ്ങളെ തകർക്കുന്ന വിധമാകരുത് ആ ഒരു സമിതി രൂപീകരിക്കുന്നത് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇതിലൊരു വ്യക്തത വരുത്തേണ്ടതില്ലേ? എന്താണ് ഇക്കാര്യത്തിൽ CPMന് പറയാനുള്ളത്? നോക്കൂ, നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് ശബരിമല. ഇന്ത്യയിൽ മറ്റൊരു സ്ഥലത്തും നിലനിൽക്കാത്തതുപോലെ അല്ലെങ്കിൽ ഇല്ലാത്തതുപോലെയുള്ള മതനിരപേക്ഷതയുടെ പ്രതീകമായി അല്ലെങ്കിൽ ജാതീയതയ്ക്കെതിരായി മതവ്യത്യാസത്തിനെതിരായി എല്ലാ മനുഷ്യർക്കും വന്നു ചേരാവുന്ന, വിശ്വാസികൾക്കും വന്നു ചേരാവുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാലയമാണ് ശബരിമല. ആ ശബരിമലയിലേക്ക് രാജ്യത്ത് നിന്ന് മാത്രമല്ല വിദേശ രാജ്യത്തുൾപ്പെടെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ വർഷവും ശബരിമലയിലെ സന്ദർശനത്തിന് വേണ്ടി അയ്യനെ കാണുന്നതിന് വേണ്ടി എത്തുന്നത്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ ശബരിമലയുടെ വികസനം, അതുപോലെ തന്നെ ശബരിമലയുടെ ഖ്യാതിയും മറ്റും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയും ലോകമാകെയുള്ള അയ്യപ്പ ഭക്തന്മാരെ കൂടുതൽ ആകർഷിക്കുന്നതിന് വേണ്ടിയും ശബരിമലയിൽ ഇങ്ങനെ വർഷം തോറും തീർത്ഥാടനത്തിനായി എത്തുന്ന ഭക്തജനങ്ങളായിട്ടുള്ള ആളുകൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുത്തേണ്ടി വരുന്നതിൻ്റെ കാര്യങ്ങൾ ഇതെല്ലാം ആലോചിക്കുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, നേരത്തെ നമ്മൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ ദേവസ്വം ബോർഡിൻ്റെ 75ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഒരു വർഷം മുമ്പ് പ്രഖ്യാപിക്കുന്നു, ഞങ്ങളിങ്ങനെ ശബരിമലയിൽ ഒരു ആഗോള അയ്യപ്പ സംഗമം ഈ ദേവസ്വം ബോർഡിൻ്റെ 75ാം വാർഷിക പരിപാടികളുടെ ഭാഗമായി നടത്തുന്നു എന്ന് ഒരാക്ഷേപവും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം അതിൻ്റെ തയ്യാറെടുപ്പുകളുമൊക്കെയായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഏതാണ്ട് ഇതിൻ്റെ തീയതി പ്രഖ്യാപിക്കുന്ന സമയത്തേക്ക് വരുന്നു. ഈ കന്നിമാസത്തിൻ്റെ ആരംഭ പൂജകൾക്ക് വേണ്ടി നട തുറക്കുന്ന സമയത്ത് ഏതാണ്ട് ആ സമയത്ത് അയ്യപ്പ ഭക്തന്മാർക്ക്, ലോകത്താകെയുള്ള അയ്യപ്പ ഭക്തന്മാർക്ക് പങ്കെടുക്കാൻ കഴിയാവുന്ന നിലയിൽ ഇത് നടത്തും എന്ന് ദേവസ്വം ബോർഡ് പ്രഖ്യാപിക്കുന്നു. അതിനുവേണ്ടി ഉദ്ഘാടകനെ ക്ഷണിക്കുന്നതിന് അല്ലെങ്കിൽ മറ്റേ ആളുകൾ അതിൽ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടി പ്രമുഖരെ ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു. ഇതൊക്കെ നടക്കുമ്പോഴാണ് BJPയുടെ നേതാക്കൾക്ക് ഹാലിളകുന്നത് പോലെ ഇപ്പോൾ ഇവിടെ ശ്രീ ജയസൂര്യ തന്നെ അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ മുന്നോട്ട് വെച്ചു. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആദ്യം പറഞ്ഞാൽ, നിങ്ങൾ ആദ്യം ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കുക. എന്താണ് നിങ്ങളുടെ പ്രശ്നം? ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് എന്താണ് BJP ഇതിൽ ഉയർത്തുന്ന വിമർശനം, അല്ലെങ്കിൽ BJPയുടെ പ്രശ്നം എന്താണ് എന്ന് പറയണ്ടേ? കളിക്കിടയിൽ ഇടയ്ക്കിടയ്ക്ക് ഗോൾ പോസ്റ്റ് മാറ്റുന്നത് പോലെ ആദ്യം പറഞ്ഞു സ്റ്റാലിനെ വിളിക്കുന്നതാണ് പ്രശ്നം, ഇപ്പൊ പറയുന്നു പ്രിവിലേജുകൾ ഉണ്ടാക്കുന്നതാണ് പ്രശ്നം. ഇതൊക്കെ ആരാ പറയുന്നതാരാ? ഈ രാജ്യത്തിനകത്ത് മതത്തെ ഉപയോഗിച്ച് മാത്രം രാജ്യത്തിനകത്ത് അധികാരത്തിൽ വരികയും മതവിശ്വാസത്തെയും ജാതീയതയെയും വർഗീയമായി ഉപയോഗപ്പെടുത്തി അധികാരത്തിൽ കടിച്ചു തൂങ്ങുകയും തങ്ങളുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി മതത്തെയും മതവിശ്വാസത്തെയും ഏത് നിമിഷവും വലിച്ചു കീറുകയും ചെയ്യുന്ന BJPക്കും RSSനും ഇത് പറയാൻ എന്താ അവകാശം ഈ രാജ്യത്തുള്ളത്? ഈ രാജ്യത്തിലെ ഹിന്ദുമത വിശ്വാസികളുടെ മുഴുവൻ അവകാശം RSSന് ആരാ എഴുതി കൊടുത്തത്? നാട്ടിനകത്തുള്ള എത്രയോ സംഘടനകൾ, ആ സംഘടനയുടെ വില മാത്രമേ RSSനുമുള്ളൂ എന്ന് RSS മനസ്സിലായിക്കൊള്ളണം. ഇന്ത്യയിൽ അംഗീകരിക്കപ്പെട്ട ഒട്ടേറെ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ആ രാഷ്ട്രീയ പാർട്ടിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി BJP, അതിന്റെ നേതാവ് കുമ്മനം രാജശേഖരൻ, അതിന്റെ നേതാവാണ് ചന്ദ്രശേഖരൻ, അതിന്റെ വക്താവാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ജയസൂര്യ. അത്രയേ ഉള്ളൂ. അല്ലാതെ രാജ്യത്തിലെ മുഴുവൻ ഹിന്ദുമത വിശ്വാസികളുടെയും ആചാരാനുഷ്ഠാനങ്ങളുടെയും അതിന്റെ മുഴുവൻ അട്ടിപ്പറാവകാശം BJPക്ക് ആരാ നൽകിയത്? നിങ്ങൾക്കാരാ നൽകിയിട്ടുള്ളത്? ഇവിടെ ആചാര ലംഘനം നടക്കുന്നു എന്ന് പറയാൻ BJPക്ക് എന്താ അവകാശമുള്ളത്? ഈ ആഗോള അയ്യപ്പ സംഗമത്തെ സംബന്ധിച്ച് അതിൽ ഇതിനോടകം പറയാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഈ രാജ്യത്തിനകത്ത് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ പരിശ്രമിക്കുന്നതാരാ? അത് BJP ആണ്. അതുകൊണ്ടാണ് ദേവസ്വം വകുപ്പ് മന്ത്രി ഇന്ന് അർത്ഥശങ്കയില്ലാതെ പറഞ്ഞല്ലോ, ഞങ്ങൾ ഈ കാര്യത്തിൽ ഒരു രാഷ്ട്രീയവും കാണുന്നില്ല. തെരഞ്ഞെടുപ്പുകൾ ഇതിനു മുമ്പ് എത്രയോ വന്നിട്ടുണ്ട്, അന്നും ശബരിമല ഈ നാട്ടിലുണ്ടായിരുന്നു. ഒരു കാലത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPIMനോ ഇപ്പോൾ ശബരിമലയിൽ സ്ത്രീ പറഞ്ഞ അവസാനിപ്പിച്ച് താങ്കൾ ചോദിച്ചോളൂ. ശരി, പറഞ്ഞോളൂ. അല്ല, ഞാൻ പറഞ്ഞത് ഒരു ആചാര ലംഘനവും നടത്താൻ ശബരിമലത്തിന് മുമ്പുണ്ടായിരുന്നല്ലോ. ഒരു കാലത്തും ഞങ്ങൾ അതിന് ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ഇതിന് ഉപയോഗപ്പെടുത്തുന്നത് ആരാ? അത് സുപ്രീം കോടതി വിധി വന്ന പശ്ചാത്തലത്തിലായാലും ശരി, ഇപ്പോ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കാര്യത്തിലായാലും ശരി, ഇതിൽ രാഷ്ട്രീയം കലർത്തുന്നത് BJP ആണ്. ശരി, ശ്രീ നിതിൻ കണിച്ചേരി, അത് അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നതിന് ഒരു പശ്ചാത്തലമുണ്ടല്ലോ നിതിൻ കണിച്ചേരി. ഒരു പശ്ചാത്തലമില്ലാതെ ആഗോള അയ്യപ്പ സംഗമത്തെ
പിന്തുണയ്ക്കുന്നത്. പക്ഷേ ഇന്ന് അതിൽ ഒരു ക്ലാരിറ്റി വരുത്തുന്നു എന്ന രൂപത്തിൽ അതെങ്ങനെയായിരിക്കണം ആ സമിതി എന്നുള്ള ചില അഭിപ്രായങ്ങൾ കൂടി NSS മുന്നോട്ട് വെക്കുന്നുണ്ട്. നിതിൻ ഗഡ്കരി, നമ്മൾ ഇങ്ങനെ പറയുന്ന രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണെന്ന സംശയം പശ്ചാത്തലമുണ്ടല്ലോ. സുപ്രീം കോടതി ഉത്തരവ് വരുന്നു, വനിതാ പ്രവേശമാകാം. അപ്പോൾ അത് നടപ്പാക്കാൻ സർക്കാർ ചില ശ്രമങ്ങൾ നടത്തുന്നു. അത് വലിയ രീതിയിൽ സമൂഹമാരൂപത്തിൽ മാറി എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. പക്ഷേ അത് തിരിച്ചടിക്കുകയാണ് ചെയ്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി പ്രതിഫലിക്കുകയും ചെയ്തു. അപ്പോൾ അതിൽ തെറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു തെറ്റുതിരുത്തൽ എന്ന രൂപത്തിലേക്ക് ആയിക്കൊണ്ട് അതിനുള്ള ശ്രമമായിട്ടാണ് അയ്യപ്പ സംഗമത്തിലേക്ക്, അതായത് നിങ്ങൾ രണ്ടാം നവോത്ഥാനം എന്ന രീതിയിൽ പ്രഖ്യാപിച്ചിരുന്ന വനിതാ മതിലടക്കമുള്ള കാര്യങ്ങൾ, നവോത്ഥാന സമിതി അടക്കമുള്ള കാര്യങ്ങൾ, അതിൽ നിന്നും ഇപ്പോൾ നിങ്ങൾ അയ്യപ്പ സംഗമത്തിൽ, ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ രാഷ്ട്രീയമായി തന്നെ നിങ്ങൾ അതിൽ ചില കാര്യങ്ങൾ നടത്തുന്നു എന്ന് സംശയിക്കാമല്ലോ. നോക്കൂ, ശബരിമലയെ രാഷ്ട്രീയമായി ഈ നാട്ടിൽ ഉപയോഗിച്ചാൽ നോക്കിയത് BJPയും RSSുമാണ്. ശബരിമലയിലുണ്ടായ സുപ്രീം കോടതി വിധിയാവട്ടെ, ആ വിധിയെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങളാവട്ടെ, ഇതിനെയെല്ലാം രാഷ്ട്രീയ ലാക്കോടുകൂടി ഉപയോഗിച്ചത് ഈ രാജ്യത്തിനകത്ത് BJPയാണ്. കേരളത്തിനകത്ത് പ്രത്യേകിച്ചും BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന K. സുരേന്ദ്രനൊക്കെ അന്ന് കാണിച്ചിരുന്ന നാടകങ്ങളൊക്കെ നമുക്ക് കണ്ടിട്ടുള്ളതാണല്ലോ, കേരള സമൂഹം കണ്ടിട്ടുള്ളതാണ്. പിന്നെ ഏതെങ്കിലും ഒരു തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്ക് ശബരിമല കാരണമായി എന്ന് ഞങ്ങൾ കരുതുന്നതേയില്ല. ശബരിമലയിലെ വിഷയം കാരണമായിട്ടുണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നതേയില്ല. അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷത്തിലല്ലേ കേരളത്തിൽ, സംസ്ഥാനത്ത് വീണ്ടും അധികാരത്തിലേക്ക് വന്നത്. അപ്പോൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടല്ല, കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ, ശ്രീ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന സർക്കാർ എന്ന് പറയുന്നത് ഭക്തരുടെയും അയ്യപ്പ ഭക്തരുടെയും ഗുരുവായൂരിൽ അമ്പലത്തിൽ പോകുന്നവരുടെയും അതല്ലാത്ത ക്ഷേത്രങ്ങളിൽ പോകുന്നവരുടെയും ഇതര മതവിശ്വാസികളുടെയും ഇസ്ലാം മത, ഈ രാജ്യത്തിനകത്ത് മതമുള്ളവരുടെയും ഇല്ലാത്തവരുടെയും എല്ലാ വിശ്വാസങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ പ്രവർത്തിക്കുന്നത്. ശരി നിതിൻ ഗഡ്കരി, അപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട ഈ ഒരു പരിപാടി നടത്തുമ്പോൾ ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾ, അയ്യപ്പ സേവാ സമിതി, അവരുടെ പ്രതിനിധികളൊക്കെ വേണമല്ലോ. അത് ഈ പറയുന്ന സമിതിയിലുണ്ടോ എന്നുള്ള സംശയം അവിടെ ഉയരുന്നു. അവരുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചകൾ നടത്തേണ്ടതല്ലേ സ്വാഭാവികമായി? ആഗോള അയ്യപ്പ സംഘം എന്ന് പറയുമ്പോൾ വിദേശത്തുനിന്നും അപ്പുറത്തുനിന്നും ഇപ്പുറത്തും ഒക്കെ ആളുകളെ കൊണ്ടുവരാൻ നിങ്ങൾ ലോക കേരള സഭ നടത്തിയ പോലെ ഒരു പരിപാടിയാണോ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് മറുപടി? അല്ല, യഥാർത്ഥമായി അയ്യപ്പനിൽ വിശ്വസിക്കുന്ന, ശബരിമലയിൽ വിശ്വസിക്കുന്ന, തത്വമസി എന്ന വാചകത്തെ മനസ്സിലേറ്റുന്ന എല്ലാ അയ്യപ്പ ഭക്തന്മാരുമായും ആ അയ്യപ്പ ഭക്തന്മാരുടെ എല്ലാ സംഘടനകളുമായും ഒരു നിലയിലും സംസാരിക്കാതിരിക്കേണ്ട കാര്യം ദേവസ്വം ബോർഡിനില്ല, സർക്കാരിനില്ല. അതെല്ലാം പരിഗണിക്കും. പക്ഷേ RSS പറയുന്നത് പോലെ, BJP പറയുന്നത് പോലെ നടത്തണം എന്ന് പറഞ്ഞാൽ അതിന് ഈ കേരളത്തിലെ ദേവസ്വം ബോർഡിന് കിട്ടില്ല, കേരളത്തിലെ ജനങ്ങളും അതിനൊപ്പമുണ്ടായില്ല. എന്താ വെച്ചാൽ RSSന്റെയും BJPയുടെയും താല്പര്യം ക്ഷേത്രമോ ആചാരമോ ഭക്തരുടെ വിശ്വാസമോ അല്ല. ഇത് ഉപയോഗപ്പെടുത്തി എങ്ങനെ അധികാരത്തിലെത്താം, ആ അധികാരത്തിലെത്തിയാൽ തങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെ നടപ്പിലാക്കാം, ഇതാണ് BJP ശ്രമിക്കുന്നത്. അത് തന്നെയാണ് CPM-നെയും സംശയിക്കുന്നത്. അത് തന്നെയാണ് ഇടതു സർക്കാരിനെ കുറിച്ചും ഉള്ള ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.